നമുക്ക് ഒരാളോട് പറഞ്ഞു നോക്കാം, അവരോട് കാല് പിടിച്ചു നോക്കാം, അല്ലെങ്കിൽ അഭ്യർത്ഥിച്ചു നോക്കാം. ഇതൊന്നും കേൾക്കില്ലെന്ന് വരുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഈ രാജ്യത്തെ അല്ലെങ്കിൽ കേരളത്തിലെ സമര യൗവനവും സമര വിദ്യാർത്ഥി സമൂഹവും ഇതേ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ ഇങ്ങനെ പ്രതികരിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം JNU ഉൾപ്പെടെ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യം RSSന്റെ തിട്ടൂരം കൃത്യമായി നടപ്പിലാക്കുന്ന VCമാരെ നമ്മൾ JNUവിൽ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിജീവികൾ പഠിക്കുന്ന കലാലയത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായ വിദ്യാർത്ഥി പ്രതിരോധം നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് ഈ രാജ്യം മുഴുവൻ ആ വിഷയം അറിയുന്നത്. അതേ തരത്തിലേക്ക് ഈ രാജ്യം മുഴുവൻ സംഘപരിവാറിൻ്റെ അജണ്ടകൾ യൂണിവേഴ്സിറ്റിയിൽ നടപ്പിലാക്കുന്നത് മനസ്സിലാക്കണമെന്നുള്ളത് കൊണ്ടാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം. ഇത് ഇനിയും ആളിപ്പടരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഒരാൾ പോലും ഇതിനെതിരെ വരുന്നില്ല എന്നുള്ളത് കേരളത്തിലെ മാധ്യമങ്ങൾ മനസ്സിലാക്കി ഇടപെടേണ്ട കേസുകൂടെയാണ്. സർ CPക്കും പണ്ട് ഒരുപാട് നിലപാടുണ്ടായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം മുന്നോട്ട് പോയിട്ടാണല്ലോ ഇവിടം വിട്ടുപോയത്. അതുപോലെ മോഹനം കുന്നുമേലും അർലേക്കറും ഒക്കെ ആ പിടിവാശിയിൽ നിന്ന് പുറമോട്ട് പോകേണ്ടവരും. ഞങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ സമരം ചെയ്ത് വിജയം നേടിയവരാണല്ലോ. സമരത്തിലൂടെയാണല്ലോ ഈ സംഘടനകൾ കേരളത്തിൻ്റെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ നേടിക്കൊടുത്തത്. അതുകൊണ്ട് ഒരു തർക്കവുമില്ല. അങ്ങനെയുള്ള ഒരുപാട് ഇവരുടെ മുൻഗാമികളുടെ പിടിവാശികൾ ഇല്ലാതാക്കിയ സമരമുറകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അർലേക്കർ ആയാലും ഈ പറയുന്ന മോഹനം കുന്നുമേലായാലും പിടിവാശിപ്പെടുന്ന സമരങ്ങൾ കേരള വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട.